നമുക്ക് സ്കൂളിൽ നിന്ന് എപ്പോഴും വർക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എൻട്രൻസ് പഠിച്ചാൽ സ്കൂളിലെ എല്ലാ എക്സാമും എഴുതാൻ പറ്റും. സോ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ജസ്റ്റ് ഒന്ന് എഴുതാറിഞ്ഞാൽ മതി. പക്ഷേ സബ്ജക്ട് മാറ്റർ എല്ലാം നന്നായിട്ട് ബ്രില്യൻ്റ് തന്നെ പഠിപ്പിക്കും. NCERT വായിക്കുന്നത് എപ്പോഴും ഇച്ചിരി ബോറിംഗ് ആയിരിക്കും, പക്ഷെ നമുക്കത് വേണം. NCERT വായിച്ച് ക്ലിയർ ആയാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, നീറ്റിന് എസ്പെഷ്യലി നോക്കുമ്പോൾ. ബെർലിൻ കേരളത്തിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ്. വേറെ എവിടെയും അത് അടുത്തുപോയി എത്തത്തില്ല. അതുകൊണ്ട് ബെർലിൻ്റെ അത്രയും ഓൺലൈൻ സപ്പോർട്ട് വേറെ എവിടെയും കിട്ടത്തില്ല. ഈ മോഡൽ എക്സാം നോക്കുമ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ റിസോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ മോഡൽസ് ആണ്. അത് ഡയറക്ടേഴ്സ് വരുമ്പോൾ അവർ പ്രീവിയസ് ഇയറുള്ള സ്റ്റുഡൻസിനെ കുറിച്ചൊക്കെ പറയും. ആ ഒരു മോട്ടിവേഷൻ നമുക്ക് അറിയാവുന്നവരെ ഇവർക്ക് ഈ ചേട്ടന് ഇത്രയും നല്ല മാർക്ക് കിട്ടി, അവരുടെ പ്രോഗ്രസ്സും അവരെങ്ങനെയാണ് വർക്ക് ചെയ്തത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല വലിയ മോട്ടിവേഷൻ ആവും. നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ ഉമേനല്ലൂർ എന്ന സ്ഥലത്തെ അച്യുതന്റെ വീട്ടിലാണ്. നീറ്റ് 2025 ഉന്നത വിജയം കരസ്ഥമാക്കി ബ്രില്യന്റെ തന്നെ അഭിമാനമായി മാറിയ കുട്ടിയാണ്. നമുക്ക് കുട്ടിയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ? മോൻ എന്താ തോന്നിയത്? ഞാൻ നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവസാനത്തെ കീയൊക്കെ വന്നപ്പം 5-10 മാർക്ക് കൂടിയായിരുന്നു. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻസ്? എങ്ങനെയുണ്ടായിരുന്നു? 884 റാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് 608 മാർക്ക് മേടിക്കുക, അത് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? അതെങ്ങനെയാണ് അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയത്? ഞാൻ തുടക്കം തൊട്ട് കൺസിസ്റ്റന്റ് ആവാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് മാർക്ക് കുറഞ്ഞാലും ജസ്റ്റ് ഒരു ഷോർട്ട് ടൈം ആയിട്ട് ഞാനത് പിന്നെ ഞാൻ ആക്ച്വലി ഡിസ്കറേജ് ആവാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ടും പിന്നെ ഫാമിലിൻ്റെ സപ്പോർട്ടും ഉണ്ടായതുകൊണ്ട് എപ്പോഴും ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിസൾട്ടൊക്കെ അനലൈസ് ചെയ്യും. ബെർലിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർക്ക് എല്ലാ മോഡൽ കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ റിസൾട്ട് ഡിസ്കഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മളുടെ മിസ്റ്റേക്കൊക്കെ അനലൈസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അത് തെറ്റിയത്, ചെയ്യാൻ പറ്റാത്ത സമയം കിട്ടാത്തത് എന്തുകൊണ്ടാണ്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് അടുത്ത എക്സാമിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഒരു ടൈം ടേബിൾ, ഒരു ഷെഡ്യൂളൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണോ പോയത്? ഇന്ന സബ്ജക്ട് ഇത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം ടേബിൾ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ അങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. അത്രയൊരു ലോഡ് ആയിരിക്കും ചില സമയങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ എല്ലാ ചാപ്റ്ററും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിൽ തന്നെ നമുക്ക് ഇച്ചിരി ലാഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും പിന്നെ ഇച്ചിരി നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റർ അതും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കണം. മോൻ ഏത് പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ചെയ്ത ബ്രില്യൻ്റെ? റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. ഓക്കെ, റെസിഡൻഷ്യൽ ബാച്ച് 2 ഇയർ ഒരു നമുക്ക് ഒപ്പം നമ്മുടെ ബോർഡ് എക്സാമിനും പഠിക്കണം, അതിനോടൊപ്പം തന്നെ ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. അപ്പൊ എന്താണ് തോന്നിയത്? രണ്ടും കൂടി ബുദ്ധിമുട്ടാകുമോ? അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടായിരുന്നു? നമുക്ക് സ്കൂളിൽ നിന്ന് എപ്പോഴും വർക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എൻട്രൻസ് പഠിച്ചാൽ സ്കൂളിലെ എല്ലാ എക്സാമും എഴുതാൻ പറ്റും. സോ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ജസ്റ്റ് ഒന്ന് എഴുതാറിഞ്ഞാൽ മതി. പക്ഷേ സബ്ജക്ട് മാറ്റർ എല്ലാം നന്നായിട്ട് ബ്രില്യൻ്റ് തന്നെ പഠിപ്പിക്കും. അല്ല, ഒബ്ജക്റ്റിന് വേണ്ടി മാത്രമല്ല, എല്ലാത്തിനും വേണ്ടിയും ഒരു നല്ലൊരു രീതി പഠിപ്പിക്കും. അപ്പൊ അതൊക്കെ തന്നെ എക്സാം, നമ്മുടെ ബോർഡ് എക്സാമും കൂടി നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് മേടിക്കാൻ അതിനും സഹായിച്ചിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ ബ്രില്യൻ്റെ കോച്ചിങ്ങും ജസ്റ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് അവരെ പറയും എങ്ങനെയാ എഴുതണ്ടേന്ന്. ആ നോളജ് ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞ പോലെ എഴുതിയാൽ മതി. ഏത് സബ്ജക്റ്റ് ആയിരുന്നു കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് പഠിക്കാൻ നേരം? ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൽ ഏതായിരുന്നു കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്? പഠിക്കാൻ എപ്പോഴും എളുപ്പം ബയോളജി ആയിരിക്കും. അതാകുമ്പോ തിയറി മാത്രമായിട്ട് വരും. അതെ. അപ്പൊ അതെങ്ങനെ നമുക്ക് തിയറി കണ്ടിന്യൂസ് നോക്കുന്ന സമയത്ത് ഒരു ബോറിംഗ് അങ്ങനെ എന്തെങ്കിലും ആ ഒരു എന്തൊക്കെ ട്രിക്ക് ചെയ്തായിരുന്നു? നമ്മള് ബോറിംഗ് NCERT വായിക്കുന്നത് എപ്പോഴും ഇച്ചിരി ബോറിംഗ് ആയിരിക്കും, പക്ഷെ നമുക്കത് വേണം. NCERT വായിച്ച് ക്ലിയർ ആയാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, നീറ്റിന് എസ്പെഷ്യലി നോക്കുമ്പോൾ. പിന്നെ അത് പിന്നെ വായിച്ച് പ്രാക്ടീസായി നമ്മൾ എല്ലാം മൊത്തം വായിക്കേണ്ട കാര്യമില്ല. വായിക്കണം, പക്ഷേ 2, 3, 4, 5 പ്രാവശ്യം വായിക്കുമ്പം അതിൻ്റെ കീ നമ്മൾ എപ്പോഴും ചില ഒരു സെൻറ്റൻസിൽ നിന്നായിരിക്കും അവർ ചോദിക്കുന്നത്. ആ സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം, അസർഷൻ, റീസണും സ്റ്റേറ്റ്മെൻറ്റും എന്തൊക്കെ മാറ്റം അവർ മാറ്റിയിട്ട് ചോദിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ആലോചിച്ച് പഠിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഫിസിക്സ് ആയിരുന്നു ടഫ്. ഇത്തവണ ഫിസിക്സ് ടഫായിരുന്നു. അല്ല, മോൻ പഠിക്കുന്ന സമയത്തും മോൻ എന്താ തോന്നിയത് ടഫായിട്ട്? എനിക്ക് ഫിസിക്സ് ആക്ച്വലി ഇഷ്ടമായിരുന്നു തുടക്കം തൊട്ടേ. അപ്പൊ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി ഫിസിക്കലുണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. എനിക്ക് ഇൻഓർഗാനിക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് NCERT ഇൻഓർഗാനിക് ഓൾമോസ്റ്റ് ബയോളജിനെ പോലെയാണ്. NCERT വായിച്ച് നമ്മൾ പഠിക്കണം.
പിന്നെ ഓർഗാനിക്കും NCERT ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന നോട്ട്സും കൺസെപ്റ്റ്സും പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും വേണം. ഫിസിക്സിനെ പോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം. മോഡൽ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ബ്രില്യൻ്റെ മോഡൽ എക്സാംസ് എഴുതുമ്പോൾ ആ ഒരു സെയിം പാറ്റേൺ പോലെ തന്നെ തോന്നിയോ ഇപ്പോഴത്തെ നീറ്റ് എക്സാമിൽ ചെന്നപ്പോൾ? എന്താ തോന്നിയത്? ബ്രില്യൻ്റെ കുറച്ചും കൂടെ ടഫ് വേർഷൻ ആയിട്ടാണ് നീറ്റ് വന്നത് ഇത്തവണത്തെ എക്സാം. അതെ, മോഡലിന്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അത് അപ്പം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ട് കുറേയും കൂടി നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുമോ? എങ്ങനെയായിരുന്നു ഒരു മെയിൻ എക്സാം എഴുതുന്ന സമയത്ത് മോന് തോന്നിയത്? എനിക്ക് ടഫാന്ന് മനസ്സിലായപ്പോൾ ഫിസിക്സ് എത്തിയപ്പോഴാണ്. അവസാനം 1.5 മണിക്കൂർ ബാക്കിയുള്ളപ്പം ഞാൻ ടഫാണെന്ന് ആലോചിച്ചില്ല. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അത്രയും ചെയ്ത് നോക്കി. പിന്നെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ പറ്റുന്നത്രയും ക്വസ്റ്റ്യൻ ചെയ്യുന്നായിരുന്നു ഒരു എയിം. എപ്പോഴാണ് മനസ്സിലോ ഡോക്ടർ ആകണം അങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ കാരണം? അത് അച്ഛനും അമ്മയും കണ്ടിട്ടും പിന്നെ അവര് വർക്ക് ചെയ്യുന്നതും ഒക്കെ അവർക്ക് അവരുടെ പേഷ്യൻസിന്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഡോക്ടർ ആകണം. അതെ. നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ബ്രില്യൻറ്റ് എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ്. വേറെ എവിടെയും അതിന് അടുത്തുപോലും എത്തത്തില്ല. അതുകൊണ്ട് ബ്രില്യൻറ്റ് അത്രയും ഓൺലൈൻ സപ്പോർട്ട് വേറെ എവിടെയും കിട്ടത്തില്ല. ബിക്കോസ് നമ്മൾ ഞാൻ വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ലേണിംഗ് ആപ്പിൽ നിന്ന് അത്രയും സപ്പോർട്ട് കിട്ടും. അത്രയും വീഡിയോസ്, അത്രയും ലെക്ചേഴ്സും മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ഉണ്ട്. അതിലെല്ലാം ഉണ്ട്. നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാം ആപ്പിൽ ഉണ്ടായതുകൊണ്ട് അത് നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫാക്കൽറ്റീസും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോനോ? കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എത്ര സ്മാർട്ട് ആണെങ്കിലും എപ്പോഴും ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഡൗട്ട്സ് ഉടനെ ക്ലിയർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ബ്രില്യൻ്റുള്ള ഫാക്കൽറ്റി അല്ല. അങ്ങനെ തന്നെ. അപ്പൊ ആ ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ എപ്പം ചെന്ന് അവരെ ചെയ്യാനും ഒക്കെ പറ്റും. ബ്രേക്സിന്റെ ഇടയ്ക്കും ക്ലാസ്സിനിടയ്ക്കും എല്ലാം ചോദിക്കാൻ പറ്റുമായിരുന്നു. ക്ലാസ് ടീച്ചറും ഒക്കെ എങ്ങനെ ഹെൽപ്പ് ആയിരുന്നു? അവര് എക്സാമിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞാൽ അവര് നമ്മളെ എൻകറേജ് ചെയ്യും. എന്തുകൊണ്ട് കുറഞ്ഞ അങ്ങനെയല്ല, നമ്മളെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതൊക്കെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു. ബ്രില്യൻ്റ് ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് കാണുമ്പോൾ എന്താണ് അവർ തരുന്ന ഉപദേശങ്ങൾ? അത് എത്രമാത്രം ഹെൽപ്പ് ആക്കി മോനു? അത് ഡയറക്ടേഴ്സ് വരുമ്പോൾ അവർ പ്രീവിയസ് ഇയറുള്ള സ്റ്റുഡൻസിനെ കുറിച്ചൊക്കെ പറയും. ആ ഒരു മോട്ടിവേഷൻ നമുക്ക് അറിയാവുന്നവരെ ഇവർക്ക് ഈ ചേട്ടന് ഇത്രയും നല്ല മാർക്ക് കിട്ടി, അവരുടെ പ്രോഗ്രസ്സും അവരെങ്ങനെയാണ് വർക്ക് ചെയ്തത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല വലിയ മോട്ടിവേഷൻ ആവും. പിന്നെ ബ്രില്യൻ്റ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കേൾക്കുമ്പം. എങ്ങനെയായിരുന്നു മോൻ സാറ്റർഡേ സൺഡേസും ഒക്കെ കൂടുതലും നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് അവിടെയായിരുന്നു പഠിക്കുന്നത്? അത് കൂടുതലും വീട്ടിൽ എങ്ങനെയായിരുന്നു ആ ഒരു പഠിത്ത രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ അവസാനമൊക്കെ എത്തിയപ്പം മെയിൻലി ബ്രില്യൻ്റിൽ പോകാൻ തുടങ്ങിയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി പുതിയതായതുകൊണ്ട് അവിടെ ആദ്യം നോക്കിയില്ലായിരുന്നു. പക്ഷെ അപ്പോഴേ അത് 1 വർഷം കൂടെ കഴിഞ്ഞ് 12th എത്തിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ലൈബ്രറീൻ്റെയും ഞങ്ങളായിട്ട് ബുക്സൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ അത് വലിയ ഉപയോഗം വന്നിട്ടില്ല. ബ്രില്യൻ്റ് കോച്ചിങ് ആയിട്ടുള്ള അതൊക്കെയാണ് നല്ലത്, മെറ്റീരിയൽസ് ഒക്കെയാണ് നല്ലത്. പിന്നെ അത്രേ ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് അത്ര സമയമേ NCERTയും ബ്രില്യൻ്റിനും കോച്ചിങ് ആയിട്ടുള്ള മോഡൽസും ചെയ്യാനേ സമയമുള്ളൂ. സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക് ഇങ്ങനെയൊക്കെ ഒരു ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരുന്നു? ഇത്ര അവേഴ്സ് ഓരോന്ന് നോക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു അവേഴ്സ് അല്ല. ഞാൻ ചില ചാപ്റ്റേഴ്സ് എളുപ്പമായിരുന്നു, ക്വസ്റ്റ്യൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ യൂണിറ്റ് എക്സാമിന് മുമ്പേ ഈ വർക്ക് ബുക്ക് തീർക്കാൻ നോക്കുമായിരുന്നു, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും. അതൊരു ടൈം ലിമിറ്റ് പോലെ ആയിരുന്നു. NCERT ടെക്സ്റ്റ് ആണ് കൂടുതലും റെഫർ ചെയ്തത്, അതോ നമ്മുടെ ബ്രില്യൻ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, വർക്ക് ബുക്ക് ഇതൊക്കെയാണോ കൂടുതലായിട്ടും റെഫർ ചെയ്തിരുന്നത്? NCERT ആണ് തിയറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ബയോളജി ആണെങ്കിലും ഇൻഓർഗാനിക് ആണെങ്കിലും NCERT ആണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ബ്രില്യൻ്റിൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കണം. പിന്നെ ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം പ്രാക്ടീസിന് വേണ്ടി ആദ്യം ബ്രില്യൻ്റിൻ്റെ കോച്ചിങ് മെറ്റീരിയലാണ് നോക്കുന്നത്. അത് ചെയ്ത് നോക്കും, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ 2 ടൈപ്സ് ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ചെയ്യുന്നതും പിന്നെ വർക്ക് ബുക്കും വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നത്. അത് രണ്ടും കംപ്ലീറ്റ് ആക്കാൻ നോക്കും ആദ്യം. പിന്നെ വേറെ എക്സ്ട്രാ റിസർച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ ലൈബ്രറിയിൽ നിന്നുള്ള ബുക്സ് ഒക്കെ എടുത്ത് ചെയ്യുമായിരുന്നു. സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ടോപ്പിക്സുകളൊക്കെ കവർ ചെയ്തല്ലോ. അപ്പോൾ ആ ടോപ്പിക്സ് കവർ ചെയ്ത് നല്ലൊരു ലോങ് പീരീഡ് നമുക്ക് കിട്ടുകയാണ്. ഒരു മെയ് വരെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് മന്ത്സ് തന്നെ ഉണ്ട്. ആ ഒരു ടൈമിൽ എന്തായിരുന്നു നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു, അത്രയും മാത്രം. അപ്പൊ അത്ര എക്സാംസ് എഴുതിയതിൽ കൂടി കൂടുതൽ എങ്ങനെയാണ് അതിനൊരു ഇത് വന്നത്? നമ്മൾ നേരത്തെ ടോപ്പിക്സ് തീർക്കുമ്പം അത്രയും സമയം നമുക്ക് കിട്ടും റിവൈസ് ചെയ്യാൻ. അപ്പം നമുക്ക് തന്നെ ഒരു അനലൈസ് ചെയ്യാൻ പറ്റും എന്തുവാണ് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് വീക്കാണ്, ഏതൊക്കെ ഇച്ചിരി കൂടെ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം അത്രയും സമയം കിട്ടുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ബ്രില്യൻ്റ് മോഡൽ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫിക്കൽട്ടി വരുന്നതെന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു അഡ്വാൻറ്റേജ് തരുന്നത് ഇത്ര സമയം കിട്ടുമ്പോൾ.
ഈ മോഡൽ എക്സാം നോക്കുമ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ റിസോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ മോഡൽസ് ആണ്. ടൈം മാനേജ്മെന്റ് എക്സാമിൽ വളരെയധികം ഇമ്പോർട്ടൻസ്. അപ്പം മെയിൻ എക്സാം ഏത് സമയത്ത് മോൻ ഏത് സബ്ജക്റ്റ് ആണ് കൂടുതൽ ആദ്യം ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ആക്ച്വലി ബെർലിൻ്റെ മോഡൽസിന് എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം ചെയ്യാൻ. അപ്പം ഫിസിക്സ് സയൻസ് ആണ് തുടങ്ങുന്നത്. പക്ഷേ എക്സാം ടഫ് ആകുമ്പോൾ ഫിസിക്സ് ടഫ് ആണെങ്കിൽ അത് ഇച്ചിരി പാടാണ്, നമുക്ക് ടൈം മാനേജ്മെന്റ് വലിയ ഇഷ്യൂ ഉണ്ടാകും. അതുകൊണ്ട് ബെസ്റ്റ് അഡ്വൈസ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അത് വിട് ചെയ്യാം. നമുക്ക് സ്റ്റക്ക് 1 മിനിറ്റേ ഉള്ളൂ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും നമ്മൾ ബയോളജി എത്ര നേരം ചെയ്യാൻ നോക്കണം. അതുകൊണ്ട് ഫിസിക്സ് ഇച്ചിരി എക്സ്ട്രാ ടൈം കിട്ടാം, പക്ഷെ നമ്മൾ 1 മിനിറ്റ് ചെയ്യാൻ നോക്കണം. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ അത് വിടണം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം. പിന്നെ ഇപ്പം ആക്ച്വലി ഫിസിക്സ് ടഫ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും നീറ്റ് എക്സാമിൽ ബയോളജി ആണ് ആദ്യം ചെയ്തത്. അതെ, ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ചെയ്യാൻ പോയത്. അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഫാമിലിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. റിവിഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു വന്നത് റിവിഷൻ ടൈമിൽ? റിവിഷൻ ഞാൻ ആക്ച്വലി ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് ബെർലിൻ്റെ മോഡൽസ് വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. അവരുടെ ഈ ടോപ്പിക്സ് ആക്ച്വലി യൂണിറ്റ് വൈസ് ആദ്യം എക്സാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കമ്പൈൻഡ്, പിന്നെ ഫൈനൽ +1 +2 പിന്നെ 2 ചേർത്ത് ആ രീതിയിൽ ഞാൻ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അത് ഇച്ചിരി ആ സ്കെഡ്യൂൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. അത് അനുസരിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റും. ബ്രില്യന്റ് ഷെഡ്യൂൾ തന്നെയായിരുന്നു മോൻ നോക്കി? ഓൾമോസ്റ്റ് അത് തന്നെ ഫോളോ ചെയ്തിട്ടാണ് എക്സാം. അപ്പം അതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ നമ്മുടെ മെയിൻ എക്സാം? ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും ട്രിക്സുകളൊക്കെ യൂസ് ചെയ്തിരുന്നോ? ഫിസിക്സിൽ സ്പീഡ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടറാണ്. അപ്പം നമ്മൾ എത്ര വേഗം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ അവസാനം എക്സാം ടഫ് ആകുമ്പം ആ സ്പീഡ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. എക്സാമ്പിൾ ഈ വർഷം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്യും. അപ്പം നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യണം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 40 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 40 മിനിറ്റ് ചെയ്യാൻ പറ്റണം ഉണ്ട്. പക്ഷേ 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് മാക്സിമം അത്ര സമയം എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ ടൈമർ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ബെർലിൻ്റെ കോച്ചിങ് മോഡൽസ് ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈബ്രറി തന്നെയുള്ള മെറ്റീരിയൽസ് എയർലെസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആണ് സ്പീഡ് കിട്ടുന്നത്. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ ഒന്നും ഇപ്പം ഒരു ഓക്കെ ആയിട്ടുണ്ടാവും? എന്തൊക്കെ ആ ഒരു ടൈമിൽ ചെയ്തതൊക്കെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇനിയും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ എന്തൊക്കെ പറ്റുമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അപ്പം ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പത്തുള്ള ഒരു പോർഷൻസ് അപ്പം തന്നെ തീർക്കാൻ നോക്കണം. ഇങ്ങനെ പെൻഡിങ് വെക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ പെൻഡിങ് വെച്ചാൽ അവസാനമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പ്രഷറാവും. കഥ പോയിട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ ആ ഡൗട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് എത്ര വേഗം ക്ലിയർ ചെയ്യാൻ പറ്റും ടീച്ചറിനടുത്ത് ചോദിക്കണം. അതുകൊണ്ട് ബെർലിൻ്റെ ആ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ടായതുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു. ഇനിയുള്ള നമ്മുടെ നീറ്റ് സ്റ്റുഡൻസിനോട് എന്തായിരിക്കും പറയാനുള്ളത്? എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ എന്നൊക്കെ പറയാൻ തോന്നുന്നത്? അത് നിങ്ങളുടെ എക്സാംസ് ഒക്കെ വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ലൈക്ക് എക്സാംസ് എന്ന് വെച്ചാൽ പഠിക്കണം നന്നായിട്ട്, പക്ഷേ റിസൾട്ട് കാണുമ്പോൾ ഒരു ഡിസ്കറേജ്മെന്റ് ആയിട്ട് എടുക്കല്ലേ. അപ്പം നമ്മളുടെ ഒരു അടുത്ത എക്സാമിന് വേണ്ടി നമ്മൾ നോക്കണം. അടുത്ത എക്സാമിന് എത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് പഠിക്കണം. പിന്നെ NCERT എപ്പോഴും നന്നായിട്ട് നോക്കണം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബയോളജി NCERT ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻഓർഗാനിക്കും ഓർഗാനിക്കും ഒക്കെ. പിന്നെ ഫിസിക്സും വേണമെങ്കിൽ വായിക്കാം, തെറ്റൊന്നുമില്ല. നീറ്റ് 2025 അത് നല്ല രീതിയിൽ തന്നെ മികച്ച റിസൾട്ടോടുകൂടി തന്നെ ആള് നേടിയിരിക്കുകയാണ്. ഇനിയും ജീവിതത്തിൽ നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. Thank you. Brilliant Study Center, India's #1 coaching center for NEET and JEE.